ഇല്ല എരിവുള്ള കറിയാ. തങ്കം അറിഞ്ഞ പ്രശ്നം ഓവറായ അവള് ദേഷ്യപ്പെടും. നീ കഴിക്കുക പറയാനുണ്ട്, കഴിക്കില്ലല്ലോ. അയ്യോ എന്തോ പറ്റിയമ്മാ? തങ്കപ്പെട്ട കുട്ടികളെ പറ്റിയിട്ടാണല്ലോ ഞാൻ വെറുതെ കനകനോട് ഓരോന്ന് വിളിച്ചു. കനകാൻ ഒരു കാര്യം ചെയ്യും, കനകൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ മതി. ക്ലീറ്റസ് പറഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞാൽ മതി. ക്ലീറ്റസ് ഉണ്ടല്ലോ വൃത്തിയായിട്ടാണ്, അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അവനൊരു ഒറ്റ എഴുത്തനാ എന്നെ കൊണ്ട് മുത്തിനെ കുറിച്ചിട്ട് ഈ അപവാദമൊക്കെ പറയിപ്പിച്ചറിയാം. അവന് വിശ്വസിക്കാൻ പറ്റില്ല, വൃത്തിയായിട്ടവനാ. അവൻ കള്ളനാണ്, കുടുംബത്തെ പറ്റില്ല. ക്ലീറ്റസേട്ടൻ പാവല്ല മിണ്ടരുത്, പാവം. എന്റെ സന്യാസം കൊടുക്കാനാണ് അവന് ദൈവം കൊടുക്കുവാണ്. പിന്നെ അല്ല, സന്യാസം മുടക്കുന്നത് എന്തായാലും നന്നായി. അത് ശരി, ഈ അവന്റെ ഭാഗം നോക്കുക. എല്ലാം മടുത്തിട്ട് സന്യസിക്കാൻ വേണ്ടി എന്ന് പറയാൻ. ഇല്ല മാവാ, അവന്റെ ഭാഗത്തല്ല. നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ ഇതൊന്നും അമ്മാവൻ നോക്കിയേ, എങ്ങനെയുണ്ട്? സുന്ദരി കുട്ടിയാണല്ലോ. ഇതേ നമ്മുടെ രാജിയുടെ ഒരു ബന്ധുവാണ്. ഇഷ്ടപ്പെട്ട നല്ല കുട്ടി, ആരും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ അല്ല, സംഭവം വിടാണ്. വിടോ ദൈവം അങ്ങനെയാണ്, കരുണയില്ലാത്തവന്. അവൻ രക്ഷപ്പെട്ടാ മതിയാക്കണം. എന്താ സുഖമാണാവോ? അയ്യോ അമ്മാവാ, വിടോന്ന് പറഞ്ഞ അസുഖമല്ല, വിധവ എന്നാണ് അർത്ഥം. വിധവയോ? ഈ ചെറു പ്രായത്തിൽ തന്നെ. അതെ, ഈ പുള്ളിക്കാരിയുടെ ഭർത്താവ് പട്ടാളത്തില് ഒരു യുദ്ധത്തിൽ മരിച്ചു. പക്ഷെ കൊച്ചുങ്ങളൊന്നുമില്ല. ഭാഗ്യം. പിന്നെ 2 കൊല്ലം കഴിയുമ്പോ വിഷമൊക്കെ മാറി ഏതെങ്കിലും ചെക്കൻ്റെ കൂടെ പൊക്കോളൂ. എന്തോന്ന് അമ്മാവ ഇവിടെ ഇരിക്കുമ്പോ വേറെ സെക്കൻഡ് കൂടിയാ. ഇഷ്ടപ്പെട്ട എന്തിനു ഞാൻ ഇഷ്ടപ്പെടുന്നത്? അമ്മാവന് വേണ്ടി ആലോചിക്കാനാണെന്ന്. ഞങ്ങളുടെ അമ്മാവന് വേണ്ടി ഉള്ളപ്പോ ഞങ്ങൾ ഇതിനെ വേറെ ആളെ തപ്പി നടക്കും. പിന്നെ അല്ലാതെ. അയ്യോ അമ്മാവന് നാണം വന്നു. ഇങ്ങനെയുണ്ട്. വീട്ടുകാർക്ക് കൂടി തോന്നിയില്ല എന്നോട് ഇത്ര ഇഷ്ടം. ആർക്ക് തോന്നാ? അമ്മാവന്റെ സ്വത്തിന് മാത്രമല്ല അവന്മാർക്ക് വന്നുള്ളൂ. നമുക്ക് ആലോചിക്കാം. അപ്പൊ ഇതങ്ങോട്ട് ഫിക്സ്. പോയിട്ടേ സംസാരിച്ചോക്കെ. അതൊക്കെ ഈ അമ്പിളിക്കുട്ടയായിട്ട് അമ്മാവനോട്ട് ഞാൻ പെണ്ണ് കെട്ടിച്ചിട്ട് ഇനി അടങ്ങൂ. എന്തിനായി? വീട് പണി പതുക്കെ നടത്തിയാൽ മതി. പിന്നെ എത്ര കാലം വേണമെങ്കിൽ എന്റെ പെങ്ങളുടെ വീട്ടിലാണ് എനിക്ക് താമസിക്കാം. ഒരു പട്ടി അങ്ങനെ പിടിച്ച് ഇറക്കി വിടില്ല. പിന്നെ അല്ലാതെ. അഴകേശനെ പറഞ്ഞു. തങ്കം ഓ വാ, ദേ വരണേ. അതങ്ങ് വെക്ക്. ഒരു മിനിറ്റ്. ഓ ഇങ്ങോട്ട് വന്നേ. ഇതെന്താ ഇത്? കപ്പ എന്റെ അമ്മോ, വേണ്ടായിരുന്നോ? കാക്ക മലന്ന് പറക്കും. കഴിഞ്ഞ കുറെ വർഷമായിട്ട് കാക്ക എന്ന് ഇതിലെ മലന്ന് പറന്നോണ്ടിരിക്കുകയല്ലേ. ചുമ്മാ പറഞ്ഞു. പുഴുങ്ങിയാ മതി കേട്ടാ. ഓ പുഴുങ്ങ. അമ്മാവിടെ അമ്മാവൻ അവിടെ ഇല്ല. എവിടെ? അമ്മാവൻ അപ്പുറത്ത് പോയോ? എന്തായി? മിക്കവാറും ഇപ്പൊ തന്നെ ഇറക്കി വിടും. ഓ കലക്കി. കാണണ്ടേ? പിന്നെ കാണുന്നത് കൺകുളിർക്ക് കണ്ടിട്ട് വേണം വൈകിട്ട് കുപ്പി പൊട്ടിക്കാൻ അമ്മാവന് വേണ്ടിട്ട്. അങ്ങോട്ട് നോക്കി, ഒരുപാട് ചിരിക്കണ്ട. എന്ത് കളറ് മാറി. എന്ത്? അവിടെ ഇപ്പൊ നല്ല പാട്ടും ഡാൻസും കള്ളുകൂടിയും ബഹളമൊക്കെയാ. എവിടെ? അപ്പുറത്ത്. അതെങ്ങനെ? എങ്ങനെയാന്ന് എനിക്കറിയില്ല. അവിടെ മീൻ വറുക്കുന്നു, പൊരിക്കുന്നു, അമ്മാവൻ അതിന്റെ നടുക്ക് കയറി ഡാൻസ് കളിക്കുന്നു. നല്ല രസം. എന്തോ തമാശ കളിക്കാതെ എന്താ കാര്യം പറയും. ഞാൻ അറബി അല്ലല്ലോ പറഞ്ഞത്. അവിടെ ചെന്ന് നോക്ക്, അപ്പൊ മനസ്സിലാവും. അങ്ങനത്തെ ഒരു വേല കാണിച്ചത് ഈ അമ്മാവനെ. എന്തേലും ഒരു കാര്യം കൂടി കേട്ടോ, അമ്മാവനെ ഒരു കല്യാണം കൂടി കഴിപ്പിക്കാൻ പോവാ.
കല്യാണം അവളുടെ ബന്ധത്തിലൊരു പെണ്ണുണ്ട്. ഞാൻ കഴിപ്പിക്കാം അയാളെ, ഞാൻ കഴിപ്പിക്കാം. ക്ലീറ്റോ കഴിപ്പിക്കണ്ട, അമ്മാവൻ കഴിച്ചു. ആ പിന്നെ അങ്ങനെ കഴിക്കാൻ ഞാൻ വിടാം അയാളെ. അതിനാണ് ഞാൻ അയാളെടുത്ത് പറഞ്ഞത്. ക്ലീറ്റോ ഇവിടെ വന്നേ. അമ്മാവനെ ഇറക്കി വിടാനായിട്ട്. എന്താടാ വീട്ടിനൊപ്പം കിടന്ന് തൊള്ള ഇറങ്ങാൻ? എന്റെ അമ്മാവിടെ അമ്മാവൻ എവിടെ? മാവത്തുണ്ട്. എന്ത് അമ്മാവനെ നീ അമ്മാവൻ ഇതെന്ത് കോലാണ് അമ്മാവ? നീ എന്താടാ ഈ തങ്കപ്പെട്ട കുട്ടികളെ കുറിച്ച് എന്നോട് പറഞ്ഞു? നീ പറഞ്ഞു കേട്ടിട്ട് ഇവരെ പറ്റി ഞാൻ കനകനോട് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു? ഞാൻ ഇങ്ങനെ ദ്രോഹം ചെയ്യാൻ പാടില്ല. നീ എടാ അമ്മാവനെ വെള്ളം വാങ്ങിച്ചോട് നീ അങ്ങ് വശത്താക്കിയല്ലേ? ഓ എനിക്ക് പറക്കാതെ പോയ എന്റെ മക്കളാണ്. മക്കളാണ് വരും. പിന്നെ ഇതൊരുമാതിരി കോത്താഴത്തെ വേലയായി പോയി കേട്ടാ. നീ കുറിച്ച് പറയിപ്പിച്ചു. എടാ അമ്പളിക്കുട്ടാ, ഇതുണ്ടല്ലോ മഹാ ചെറ്റത്താണ് നീ കാണിച്ചേക്കണത്. അതെ, ഞാനൊന്നും പറയണ്ട. ഇവർ രണ്ടുപേരും എന്റെ കുട്ടികളാ. ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് മരണം വരെ ഇവരുടെ കൂടെ കൂടും. നീ എന്താ ചെയ്യാ? മനസ്സിലായടാ, നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കാണിച്ചു തരാം കേട്ടാ. രാഷ്ട്രീയക്കാർ ഇതിനും ഭേദമല്ല. കാല് മാറിയിരിക്കണ്. ഇങ്ങനെയാണ് ഇയാൾ. ഞാനേ എനിക്ക് ചൊറിഞ്ഞു വരാണ്. ചൊറിഞ്ഞു വരികയാണ്. ഒന്ന് മാന്തി കൊടുത്താ ഇയാളെയൊക്കെ അമ്മാവനെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കും. എന്റെ അമ്മാവനാണ്. അറിയാം, രാഷ്ട്രീയക്കാർക്ക് ഗതികേടായി പോയി. ഞാൻ ഇവിടെ ജീവിച്ചോടാ. ഞങ്ങളെ തമ്മിൽ തല്ലിക്കില്ല പണി. ക്ലീറ്റോന് എന്താ ക്ലീറ്റോന്റെ പ്രശ്നം? എന്നാലും ഇങ്ങനെ ഒരു അമ്മാവൻ, എനിക്ക് അമ്മാവനായി പോയില്ലെങ്കിൽ എല്ലാം. അമ്മാവൻ പറഞ്ഞിട്ട് ക്ലീറ്റോനായിരുന്നല്ലോ ബുദ്ധിമുട്ട് മുഴുവൻ. ബന്ധുക്കാരില്ല എന്ന് പറഞ്ഞ് കരയായിരുന്നല്ലോ. ഒരു കാര്യമല്ലായിരുന്നു, ഇപ്പോഴല്ലേ മനസ്സിലായത്. ഹിമാലയത്തിലും കാശിയിലും ഒക്കെ പോയി തപസ് ചെയ്യാൻ പോയ ആളിനെ വിളിച്ചു വരുത്തി ഇലയിൽ കിടന്ന് പാമ്പിനെടുത്ത് ഇട്ടെന്ന് പറഞ്ഞ പോലെ ആയി. കുട്ടിയുടെ ഫോട്ടോ ഇല്ലേ? ആ കുട്ടിയോട് ഒന്ന് സംസാരിക്കണ്ട നമുക്ക് പറ്റി? പിന്നെ സംസാരിക്കാലോ. അപ്പൊ തന്നെ വിളിക്കാം. നമുക്ക്